മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശല്യപർവ്വത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവരും സംഘവും തീർത്ഥക്കരയിലെത്തി. മായാവിദ്യ കൊണ്ട് ജലത്തെ സ്തംഭിപ്പിച്ച് അതിനുള്ളിൽ ഇറങ്ങിക്കിടക്കുകയാണ് ദുര്യോധനനെന്ന് കണ്ടു. മരണത്തെ ഭയന്നാണ് ഇയാളിങ്ങനെ ക്ഷാത്രധർമ്മത്തെ പോലും തിരസ്കരിച്ചുകൊണ്ട് നീചവൃത്തിയെ ചെയ്യുന്നതെന്ന് യുധിഷ്ഠിരൻ ആക്ഷേപിച്ചു. അതേ മായാവൃത്തി കൊണ്ട് തന്നെ അയാളെ കൊല്ലണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏതൊരു ദോഷവുമില്ലെന്ന് ഭഗവാനും പറഞ്ഞു. എങ്കിലും യുധിഷ്ഠിരൻ ദുര്യോധനനെ വിളിച്ച് ഗുണദോഷിക്കാൻ തുടങ്ങി. കൗരവ ചക്രവർത്തിയായ ദുര്യോധന, അങ്ങ് ഉത്തമ ക്ഷത്രിയ വംശത്തിൽ ജനിച്ച ആളല്ലേ? ക്ഷാത്രധർമ്മം അങ്ങേക്കറിയില്ലേ? സഹോദരന്മാരെയും ബന്ധുക്കളെയും സ്വജനങ്ങളെയും ഗുരുജനങ്ങളെയും എല്ലാം ശത്രുക്കളെ കൊണ്ട് കൊല്ലിച്ചിട്ട് അവസാനം അങ്ങൊറ്റയ്ക്ക് ജീവിക്കാൻ കൊതിക്കുന്നുവോ? കഷ്ടം! എന്തൊരു നീചപ്രവൃത്തിയാണിത്. ഒന്നുകിൽ ഞങ്ങളെ കൊന്ന് രാജ്യം ഭരിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട് സ്വർഗാനുഭൂതിയെ അനുഭവിച്ചോളൂ. രണ്ടായാലും ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നാൽ ഈ രണ്ടനുഭവങ്ങൾക്കും തയ്യാറാകാതെ ഭീരുത്വം കാണിച്ച് ഒളിച്ചിരിക്കുന്നത് വംശത്തിനും ധർമ്മത്തിനും ചേർന്നതല്ല. അതിനാൽ പുറത്തേക്ക് വന്ന് യുദ്ധം ചെയ്യൂ എന്നിങ്ങനെ യുധിഷ്ഠിരൻ പലതും പറഞ്ഞു. ഓരോ വാക്കും വാസ്തവത്തിൽ ദുര്യോധനന്റെ അഭിമാനത്തെ വെല്ലുവിളിക്കുന്നതും അയാളെ ലജ്ജിപ്പിക്കുന്നതുമായിരുന്നു. അങ്ങനെ കുറേയധികം പറഞ്ഞു കേട്ടപ്പോൾ ദുര്യോധനനും ചിലത് പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, ഞാൻ ഭീരുത്വം കൊണ്ട് ഒളിച്ചിരിക്കുകയല്ല. എനിക്ക് ജീവിക്കാൻ മോഹവുമില്ല. എന്നെപ്പോലുള്ള ഒരാൾ ഈ ദശയിൽ ജീവിക്കാൻ ആഗ്രഹിക്കില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. ബന്ധുക്കളും സഹോദരന്മാരുമെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഏകാഗിയായി തീർന്ന എനിക്കിനി രാജ്യം ആവശ്യമില്ല. അതിനാൽ നിങ്ങൾ തന്നെ രാജ്യം ഭരിക്കുകയും രാജകീയ അനുഭവങ്ങളെ കൊണ്ട് സുഖിക്കുകയും ചെയ്യൂ. ഞാൻ കാട്ടിലോ മറ്റോ പോയി കഴിഞ്ഞുകൊള്ളാം. പിന്നെ യുദ്ധം ചെയ്യുന്നതും എനിക്കിപ്പോൾ പറ്റിയതല്ല. ബന്ധുക്കളോ സഹോദരന്മാരോ സൈന്യങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ ചട്ട പോലുമോ ഇല്ല. ഞാൻ ഏകനും ശരീരമാത്രനുമാണ്. ആ സ്ഥിതിക്ക് ആരോട് എന്ത് യുദ്ധമാണ് ചെയ്യേണ്ടത്? എന്നിങ്ങനെ ദുര്യോധനന്റെ പരിതാപകരമായ വാക്കുകളെ കേട്ട യുധിഷ്ഠിരൻ അതിന് മറുപടി പറഞ്ഞു. ദുര്യോധന, ഞങ്ങൾ ദാനം വാങ്ങിയ ഭൂമിയെ ഭരിക്കാൻ ഒരുങ്ങിയിട്ടില്ല. അതിനാൽ അങ്ങ് തനാതെ തന്നെ ഞങ്ങൾ രാജ്യം പിടിച്ചെടുത്ത് ഭരിച്ചുകൊള്ളാം. പിന്നെ രാജ്യം അങ്ങേക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞുവല്ലോ. അതും ശരിയല്ല. ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ഭരിക്കാനും കൈയടക്കാനും കഴിവില്ലാഞ്ഞിട്ടാണ്. രാജ്യം ആവശ്യമില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങില്ല. കണക്കില്ലാത്ത നരഹത്യ ചെയ്തിട്ടും രാജ്യത്തെ നിലനിർത്തണമെന്നായിരുന്നു അങ്ങയുടെ ഉദ്ദേശം. അത് സർവ്വതാ സാധിക്കാതെ വന്നപ്പോൾ ആവശ്യമില്ലെന്ന് പറയുകയാണ്. ഞങ്ങൾ 5 പേർക്കും കൂടി ഒരു ഗ്രഹമെങ്കിലും തന്നാൽ മതിയെന്ന് ഈ വാസുദേവൻ അങ്ങയുടെ സഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ സൂചി കുത്താനുള്ള സ്ഥലം പോലും തരില്ലെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അങ്ങനെയുള്ള അങ്ങേക്കാണോ രാജ്യം ആവശ്യമില്ലാത്തത്? പിന്നെ കാട്ടിലോ മറ്റോ പോയി കഴിയാമെന്ന് പറഞ്ഞതും ശരിയല്ല. അങ്ങയുടെ ജീവൻ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങയെ ജീവിപ്പിക്കാൻ കഴിയും. എന്നാൽ അങ്ങയ്ക്ക് സ്വയം ജീവിക്കാൻ കഴിയില്ല. യുദ്ധം ചെയ്യാൻ സഹായികളും ഉപകരണങ്ങളും ഇല്ലെന്ന് പറഞ്ഞുവല്ലോ. കഷ്ടം ദുര്യോധന, അങ്ങ് ക്ഷത്രിയനല്ലേ? വംശത്തെ പോലും കളങ്കപ്പെടുത്തരുത്. പൗരുഷമാണ് യുദ്ധത്തിനുള്ള ഉപകരണം. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. പൗരുഷശാലിയായ യോദ്ധാവിന് സഹായികളും വാഹനങ്ങളും ഒന്നുമില്ലെങ്കിലും അതൊരു കുറവല്ല. അതിനാൽ പുറത്തു വന്ന് യുദ്ധത്തിനൊരുങ്ങൂ. ഞങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ കൊന്നാൽ പോലും അങ്ങയുടെ രാജത്വം അനുവദിച്ചു തരാം. യുധിഷ്ഠിരന്റെ സമയോചിതങ്ങളായ വാക്കുകൾ ദുര്യോധനന്റെ വായ അടച്ചു കളഞ്ഞു. അദ്ദേഹത്തിനൊന്നും പറയാനില്ലെന്നായി. അതിനാൽ പിന്നീട് ധർമ്മത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ദുര്യോധനൻ പറയുകയാണ്, യുധിഷ്ഠിര, നിങ്ങളൊക്കെ വിചാരിക്കും പോലെ ഞാൻ ഭീരുവോ പൗരുഷമില്ലാത്തവനോ അല്ല. ഇപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ 5 പേരെയും തല്ലിക്കൊല്ലാനുള്ള കരുത്ത് എനിക്കുണ്ട്. എന്നാൽ അസംഖ്യം പേരൊന്നിച്ചുകൂടി ഒരാളെ എതിർത്താൽ ആർക്കായാലും ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് ധർമ്മവുമല്ല. അതിനാൽ ഞാൻ ഗദയുമായി ദ്വന്ദ്വയുദ്ധത്തിനിറങ്ങാം. നിങ്ങളിൽ ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഒരാൾ മാത്രം എന്നോട് എതിർക്കണം. എന്നാൽ ഞാൻ അയാളെ ഒറ്റയ്ക്ക് കൊല്ലുകയും ചെയ്യും. അതാണ് ധർമ്മവും. എന്നിങ്ങനെ ദുര്യോധനൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞു യുധിഷ്ഠിരൻ. ദുര്യോധന, ഭാഗ്യം കൊണ്ട് അങ്ങേക്ക് ക്ഷാത്രധർമ്മം അറിയുമെന്നുള്ളത് സന്തോഷവഹമാണ്. എന്നാൽ ഇത്രയും ധർമ്മബോധമുള്ള അങ്ങാണോ അനേക മഹാരഥന്മാരെ കൊണ്ട് അഭിമന്യുവാകുന്ന ഒരാളെ കൊല്ലിച്ചത്? ആശ്ചര്യം തന്നെ. ധർമ്മം മറ്റുള്ളവരോട് പ്രസംഗിക്കാനുള്ളതാണ്, സ്വയം ആചരിക്കാനുള്ളതല്ല, അല്ലേ? ഇരിക്കട്ടെ, അങ്ങയുടെ ധർമ്മവാദവും ഞാൻ വകവെച്ചു തന്നിരിക്കുന്നു.
ഞങ്ങളിൽ അങ്ങേക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരാളെ വരിച്ച് അങ്ങ് യുദ്ധം ചെയ്യൂ, ആരായാലും വിരോധമില്ല. ഞങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ കൊല്ലുന്ന പക്ഷം അങ്ങയുടെ രാജ്യത്വം അനുവദിച്ചു തരാമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു എന്നിങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ തൻ്റെ വലിയ ഗദയുമായി വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ശുദ്ധനായ യുധിഷ്ഠിരന്റെ വാക്കുകൾ ശരിയാകുന്നില്ല. ചതിയനായ ദുര്യോധനൻ ഈ അവസാന നിമിഷത്തിലും ചതിക്കൊരുങ്ങിക്കൂടാ എന്നില്ല എന്ന് ബോധിച്ച ഭഗവാൻ ഉടനെ യുധിഷ്ഠിരനെ പിന്നിലേക്ക് വിളിച്ച് കാര്യത്തിന്റെ ഗൗരവത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഭീമനൊഴിച്ച് മറ്റാർക്കും ഗദായുദ്ധത്തിൽ ദുര്യോധനനെ തോൽപ്പിക്കാൻ വയ്യ. ആ സ്ഥിതിക്ക് ആരെയെങ്കിലും വരിക്കാമെന്നും ഒരാളെ കൊന്നാൽ രാജ്യത്വം അനുവദിച്ചു കൊടുക്കാമെന്നും പറഞ്ഞത് ശരിയായില്ല എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഏതായാലും യുധിഷ്ഠിരൻ പിന്നെയൊന്നും പറഞ്ഞില്ല. കരയ്ക്ക് കയറി വന്ന ദുര്യോധനന് ചട്ട മുതലായ ഉപകരണങ്ങളെ കൊടുത്തു. അയാൾ യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തു. ഭീമസേനൻ ഭഗവാനെയും യുധിഷ്ഠിരനെയും സമാധാനിപ്പിച്ചു. ദുര്യോധനനെ ഞാൻ കൊന്നുകൊള്ളാമെന്ന് ഉറപ്പുകൊടുത്തു. അങ്ങനെ ഭീമസേനൻ തയ്യാറായി തൻ്റെ വലിയ ഗദയെടുത്ത് ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ദുര്യോധനനെ പോരിന് വിളിച്ചു. അഭിമാനിയായ ദുര്യോധനന് ഭീമന്റെ വിളി കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അയാളും വേഗത്തിൽ മുന്നോട്ട് വന്നു. അങ്ങനെ രണ്ടുപേരും ഏറ്റുമുട്ടാനുള്ള ശ്രമമായി. മറ്റുള്ളവരെല്ലാം കാഴ്ചക്കാരായി നിന്ന് ഉച്ചത്തിൽ ആർപ്പ് വിളിക്കുകയും കൈകൊട്ടുകയും ചെയ്തു. ഭീമൻ ദുര്യോധനന്റെ ദുശ്ചേഷ്ടകളെ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ അനുഭവിക്കാൻ പോവുകയാണെന്നും വീരവാദം മുഴക്കിയപ്പോൾ ദുര്യോധനനും അതിനനുരൂപമായി മറുപടി പറഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടി. അങ്ങനെ ആ രണ്ട് മഹായോദ്ധാക്കളും രണ്ട് പർവ്വതങ്ങളെന്ന പോലെ ഏറ്റുമുട്ടി. യുദ്ധം തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവിചാരിതമായി ബലരാമൻ ആ രംഗത്തേക്ക് കടന്നു വന്നു. യുദ്ധാരംഭത്തിൽ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു അദ്ദേഹം. 42 ദിവസമുണ്ടായി ബലരാമന്റെ തീർത്ഥയാത്ര. അത് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഭീമദുര്യോധനന്മാരുടെ യുദ്ധം കാണാൻ വന്നത്. ശിഷ്യന്മാരുടെ ഭയാനകമായ ഗദായുദ്ധം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് അത് കാണാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു അദ്ദേഹം. ശ്രീകൃഷ്ണ ഭഗവാനും പാണ്ഡവരും അദ്ദേഹത്തെ ആദരവോടുകൂടി സ്വീകരിച്ച് കുശലപ്രശ്നം ചെയ്യുകയും ഉപചരിക്കുകയും ചെയ്തു. അന്യോന്യം അഭിവാദ്യങ്ങളും കുശലപ്രശ്നങ്ങളും കഴിഞ്ഞ ശേഷം ബലരാമൻ പാണ്ഡവരുടെ ഇടയിൽ അവരോടുകൂടി ഭീമദുര്യോധനന്മാരുടെ ഗദായുദ്ധം കാണാനിരുന്നു. അതോടെ പ്രേക്ഷകരെല്ലാവരും ഇരുന്നു. യുദ്ധം കണ്ട് രസിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത്രയും കഥാഭാഗങ്ങളെ കേട്ട ജനമേജയ മഹാരാജാവ് ബലരാമൻ ഏതേത് തീർത്ഥങ്ങളിലാണ് പോയതെന്നും അതാത് തീർത്ഥങ്ങളുടെ മഹാത്മ്യങ്ങൾ എന്തെല്ലാമാണെന്നും കൂടി പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് ആവശ്യപ്പെട്ടു. അതിനെ പുരസ്കരിച്ച് വൈശമ്പായനൻ ബലരാമന്റെ തീർത്ഥയാത്രാ ചരിത്രത്തെയും അതാത് തീർത്ഥങ്ങളുടെ മാഹാത്മ്യത്തെയും ചുരുക്കിപ്പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം വേണമെന്ന് തീർച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാണ്ഡവപക്ഷപാതിയായ ഭഗവാനോട് പാണ്ഡവരെ എന്ന പോലെ കൗരവരെയും സഹായിക്കണമെന്ന് ബലരാമൻ ആവശ്യപ്പെട്ടു. അത് വിഷമമാണെന്ന് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് ബലരാമൻ യുദ്ധകാലത്ത് ഒരു തീർത്ഥയാത്ര ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി പുറപ്പെട്ടത്. യുദ്ധ ആരംഭകാലത്ത് പാണ്ഡവർ താമസിച്ചു വന്നിരുന്ന ഉപപ്ലവ്യത്തിൽ വച്ചാണ് ബലരാമൻ തീർത്ഥയാത്ര വേണമെന്ന് നിശ്ചയിച്ചത്. അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് അറിവ് കൊടുത്ത് തീർത്ഥയാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ വിശന്നു വരുന്നവർക്ക് മൃഷ്ടാന്ന ഭക്ഷണം, ബ്രാഹ്മണരോ തപസ്സികളോ അഗതികളോ ആയ ജനങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കാനും ഏർപ്പാട് ചെയ്തു. അനന്തരം ആദ്യം തന്നെ സരസ്വതി തീർത്ഥത്തിലേക്കാണ് പോയത്. സരസ്വതി തീർത്ഥത്തിന്റെ മഹാത്മ്യങ്ങൾ പ്രസിദ്ധമാണല്ലോ. അവിടെ സ്നാനം ചെയ്ത ശേഷം പ്രഭാസ തീർത്ഥത്തിലേക്കാണ് പോയത്. പണ്ട് ദക്ഷപുത്രിമാരായ അശ്വിന്യാദി 27 കന്യകമാരെ വിവാഹം കഴിച്ച ചന്ദ്രൻ എല്ലാവരെയും തുല്യഭാവത്തിൽ സ്നേഹിക്കാതെ രോഹിണിയോട് പ്രത്യേകമായ മമതയെ പുലർത്തിയെന്ന കാരണത്താൽ മറ്റ് പുത്രിമാരുടെ അപേക്ഷ പ്രകാരം ദക്ഷപ്രജാപതി ചന്ദ്രനെ ക്ഷയം ബാധിക്കട്ടെ എന്ന് ശപിച്ചു. അതിന്റെ ഫലമായി ചന്ദ്രൻ ക്ഷയിക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീട് പലരുടെയും ഉപദേശപ്രകാരവും ദക്ഷപ്രജാപതിയുടെ സന്തോഷമാകുന്ന അനുഗ്രഹപ്രകാരവും ചന്ദ്രൻ പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ടാണ് ക്ഷയത്തിൽ നിന്ന് അഭിവൃദ്ധിയെ പ്രാപിച്ചത്. പ്രഭാസ തീർത്ഥത്തിന്റെ മഹാത്മ്യത്തിന് ഒരു തെളിവാണ് പ്രസ്തുത ഇതിഹാസം. അതുപോലെ അനേക മഹാത്മ്യങ്ങൾ പ്രഭാസ തീർത്ഥത്തിനുണ്ട്. അവിടെയും സ്നാനാദി കർമ്മങ്ങളെ ചെയ്തു ബലരാമൻ. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.